ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മളിവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പച്ചക്കറി, അതുപോലെ മീൻ, ചിക്കൻ, അങ്ങനെ എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ട്. ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാട്ടിലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വടക്കഞ്ചേരി ടൗൺ എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് പോകുന്നൊരു ഫീലാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചൊന്ന് അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പം ഞാൻ അധികം ഞങ്ങൾ അങ്ങനെ അധികം പോകാറില്ല, പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മെയിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ സാറ്റർഡേ ആണ് നമ്മൾ പോണത്. വീഡിയോ അപ്പോൾ വരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ, എഡിറ്റ് ചെയ്ത് നമുക്ക് ടൈം ആകും. അപ്പോൾ ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. നമുക്കവിടെ നോക്കാം. പിന്നെ വീക്കെൻഡ് ടൈം, അതായത് ഫ്രൈഡേ നമ്മൾ അവിടേക്ക് പോകാനേ പാടില്ല കേട്ടോ, കാരണം അത്രയും തിരക്കായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളീ പോകുന്ന ഈ ഒരു മാർക്കറ്റ് അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ കൂടുതലും മലയാളി ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞൊരു നാട്ടിലത്തെ ഫീലായിരിക്കും തോന്നുക. അപ്പോൾ ഇപ്പോൾ സമയം 12:20 അപ്പോൾ ഈ ഉച്ച ടൈമിൽ പോയി തിരക്കുണ്ടാവില്ല. അവിടെ നമ്മൾ ഈ ഒരു ടൈമിൽ പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാൻ കേട്ടോ ഉച്ചയ്ക്ക്. കാരണം നമ്മൾ രാവിലത്തെ കഴിച്ചതൊരു 10:11 മണിയായി. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറേ നടന്നിങ്ങനെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു മാർക്കറ്റ് തന്നെയാണ്, നമ്മുടെ നാട്ടിലത്തെ ഒരു മാർക്കറ്റ് പോലെ. കൂടുതലും അവിടെ മലയാളി ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാണാം. അപ്പോൾ എത്താറായിട്ടോ, നമുക്ക് അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിത് ആ മാർക്കറ്റിൽ എത്തിയിട്ട്, അപ്പോൾ ഇവിടെ കമീസ് മുഷേത്താണ് പറയുക. അപ്പോൾ നമ്മൾ കമീസിലെ മാർക്കറ്റ് കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്കിതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ തിരക്കുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ, കാരണം തിരക്കുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പരമാവധി ഞാൻ വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നിറയെ ഷോപ്പുകളാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ. പുറത്ത് നല്ല വെയിലുണ്ട് ഗൈസ്, പക്ഷേ ഒരു വെയിൽ മാത്രമേ ഉള്ളൂ, തണുപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കാം. ഈ ടൈം ആയതുകൊണ്ട് അധികം തിരക്കുണ്ടെങ്കിൽ നമുക്കൊന്നറിയാം വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല എന്നാണ് നമ്മളൊരു വിശ്വാസം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനാണെങ്കിൽ കോട്ടൊന്നും എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ ഈ ഒരു ടൈമിൽ തണുപ്പ് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് കാണുമ്പോൾ വെയിലാണെങ്കിലും പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ നടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നടക്കണം. അപ്പോൾ ഇവിടുന്ന് അറ്റം വരെ ഇഷ്ടം പോലെ കേട്ടോ. അതായത് ഷൂകളുണ്ട്, അതുപോലെ ഡ്രസ്സ്, അതുപോലെ മീൻ, പച്ചക്കറി, അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതിൽ കൂടുതലും മലയാളി ഷോപ്പുകളും ഉണ്ട് കേട്ടോ. മാർക്കറ്റിലൊക്കെ മലയാളികളുടെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റൊക്കെ. അല്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ എടുക്കാറില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അധികം എന്താ പറയുക, നാട്ടിലത്തെ ഫീലൊക്കെ എനിക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ ഷോപ്പ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഷോപ്പിൽ കയറുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ചേട്ടന് അങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യുന്നത് ചേട്ടന് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഓരോ സാധനം വാങ്ങണമെങ്കിൽ ഓരോ ഷോപ്പിൽ കയറണമല്ലോ. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു വൈബല്ലേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഓർമ്മയായിട്ടോ വീണ്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ തന്നെ അറിയാം, നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ അവിടെയൊക്കെ എന്താ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇപ്പം മീൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സിൻ്റെ, അതുപോലെ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പച്ചക്കറിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര മടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്കൊന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം എല്ലാവരും നോക്കുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ. പക്ഷേ പിന്നെ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പച്ചക്കറിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ളിൽ കൂടുതലും മലയാളി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി വാങ്ങാൻ പോകുന്നത് മലയാളികളുടെ ഒരു കടയാണ് കേട്ടോ.
ഇപ്പോൾ നമ്മളിപ്പോൾ നെസ്റ്റോയിലോ അല്ലെങ്കിൽ ലുലുവിലൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പച്ചക്കറിയോ ഡ്രസ്സോ നമുക്ക് എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിൽ ഡ്രസ്സിൻ്റെ വേറെ ഷോപ്പ്, പച്ചക്കറികൾ വാങ്ങണമെങ്കിൽ അത് വേറെ ഷോപ്പ്, ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് വേറെ ഷോപ്പ്, അങ്ങനെയാണല്ലോ. അപ്പോൾ മീനൊക്കെ വാങ്ങണമെങ്കിൽ അത് വേറെ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഏരിയയിൽ ഇങ്ങനെ പച്ചക്കറി ഉണ്ട്, പിന്നെ ഒരു സെക്ഷൻ ഫ്രൂട്ട്സ്, പിന്നെ ഒരു സെക്ഷൻ ഡ്രസ്സ്, അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പച്ചക്കറിൻ്റെ അവിടെ നിന്ന് തുടങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഒരു മലയാളി ചേട്ടൻ്റെ പച്ചക്കറി കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ആദ്യം കയറുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാലോ, ഈ ഒരു സൈഡ് മൊത്തം പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ ഒരു സൈഡ് മുഴുവനായിട്ട്, രണ്ട് സൈഡും മുഴുവനായിട്ട് ഈ പച്ചക്കറിയും ഫ്രൂട്ട്സ് തന്നെ ഉള്ളൂ കേട്ടോ. എന്താ ഇതിൻ്റെ ഒരു എന്താണ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറി വാങ്ങുന്നത്. അപ്പോൾ ഇതൊരു മലയാളി ചേട്ടൻ്റെ കടയാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് കുറച്ച് പച്ചക്കറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കമ്മീഷനുള്ള ആരെങ്കിലൊക്കെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണ ഇവിടെ വന്നിട്ട് ഒന്ന് വാങ്ങി നോക്കൂ കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ്. പിന്നെ നമ്മുടെ മലയാളി ഷോപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടാട്ടോ നമുക്ക് ഇവിടെ വന്നിട്ടൊക്കെ അതൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ശരിക്കും ഇവിടെ ഒരു നാട്ടിലത്തെ ഒരു ഫീൽ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഒരു മലയാളി ഷോപ്പിൻ്റെ ഉണ്ട്, നട്ട്സ് ആണെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അതും മലയാളി ഷോപ്പ്, കുറേ അധികം മലയാളി ഷോപ്പുകളുണ്ട്. മലയാളി അപ്പോൾ കമ്മീഷനുള്ള ആരെങ്കിലും ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് വന്നു നോക്കട്ടെ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ ഈ ഒരു പച്ചക്കറിൻ്റെ ഓണർ, ഈ ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ ഈ ചേട്ടനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നല്ല കമ്പനി ആയിട്ടോ. ശരിക്കും കാണാൻ തന്നെ കണ്ടില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തന്നത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ശരിക്കും ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം നമുക്ക് ശരിക്കും നാട്ടിലത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റിയാദിലാണെങ്കിൽ ഞാനിങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. റിയാദിലിപ്പോൾ നമ്മൾ നെസ്റ്റോ, ലുലു അതായിരിക്കും മെയിനായിട്ട് നമ്മൾ പോവുക. റിയാദിലുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൻ്റെ ഏരിയ ഒക്കെ റിയാദിലുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നത്. കാരണം ഇവിടെ കുറേ അധികം നമുക്ക് മലയാളി ഷോപ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വരാനും കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വരാൻ കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നത്. അങ്ങനെ ഞങ്ങളിത് റൂമിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടു നിങ്ങൾക്ക് കാണത്തില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാണ്. അപ്പോൾ കമ്മീഷനുള്ളവർ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടൊന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങി നോക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേറെ പോകണ്ടല്ലോ. അപ്പോൾ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് വാങ്ങി കേട്ടോ. കണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ചില ഐറ്റംസ് ഇങ്ങോട്ട് കൊണ്ടുവരും, അതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, ബാക്കിയൊക്കെ റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ല. ഈ ചേട്ടനായിട്ട് ഇവിടുത്തെ ഓണർ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നടന്നിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് ശരിക്കും നാട്ടിലത്തെ ഒരു ഫീലാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത് നാട്ടിലത്തെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നത് ശരിക്കും എനിക്കൊരു നാട്ടിലത്തെ ഫീൽ തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ ചേട്ടൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ എന്താണ് രണ്ട് സൈഡിലും വേറെ എന്തൊക്കെയോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ജെൻസിൻ്റെ ചെരുപ്പ് കണ്ടൊരു ഷോപ്പ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഷൂ നോക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ഇപ്പോൾ കണ്ടോ നമുക്ക് ഡെയിലി യൂസ് ഉണ്ടാകാൻ പറ്റിയ ചെരുപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ചേട്ടന് ഷൂ എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചേട്ടന് എടുത്തില്ല. ചേട്ടനാണെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എടുക്കില്ല കേട്ടോ, മനസ്സിൽ തൃപ്തിയായി മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയും ജസ്റ്റ് എന്തായാലും കയറിയതല്ലേ, ഏതെങ്കിലുമൊക്കെ ഒന്നും ചെരുപ്പോ ഷൂ എന്തെങ്കിലും ഒന്നും എടുക്കുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം നിങ്ങൾ നോക്കി. അപ്പോൾ ചേട്ടന് ഉദ്ദേശിച്ച ഷൂ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഗ്രോസറി സ്റ്റോർ ഉണ്ട് കേട്ടോ. അതായത് പലചരക്കിൻ്റെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പക്ഷെ കാണുമ്പോൾ ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം നാട്ടിലത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ആ ഒരു ഷോപ്പിൽ കിട്ടും. പിന്നെ കുറേ അച്ചാറുകൾ, അതുപോലെ സ്നാക്സുകളിൽ ഇപ്പം മിച്ചർ, അങ്ങനത്തെ ഈ പൊക്കവട, പിന്നെ മുറുക്ക്, അങ്ങനത്തെ നാട്ടിലത്തെ കുറേയധികം സ്നാക്സ് ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. കാണുമ്പോൾ ഇത് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല കേട്ടോ. എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് 50-50 ബിസ്ക്കറ്റ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരിക്കും ഇവിടെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെ പോയാലും മലയാളി ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ അവിടെയല്ലേ കയറുള്ളൂ. ശരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ശരിക്കും ഒരു മലയാളി ഷോപ്പോ അല്ലെങ്കിൽ മലയാളികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും.
ഈ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഞാൻ ചേട്ടനോട് പറയാം കേട്ടോ, ശരിക്കും ഞാൻ നാട്ടിലെത്തിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. ശരിക്കും ആ ഒരു ഫീല് കിട്ടി കേട്ടോ. ഖമീസിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നാട്ടിലത്തെ സ്നാക്സൊക്കെ കഴിക്കാൻ തോന്നില്ല. ഇപ്പോൾ മിച്ചർ, മുറുക്ക് അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് നാട്ടിൽ കഴിക്കാൻ തോന്നും. അങ്ങനെ ഒരുവിധ ഐറ്റംസൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വന്നോളൂ. അപ്പോൾ കമ്മീഷൻ്റെ ഭാഗത്തുള്ള എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരണം കേട്ടോ. കാരണം നമുക്കൊന്നും നമ്മുടെ നാട്ടിലത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ തോന്നുമല്ലോ. ശരിക്കും എല്ലാ ഐറ്റംസും ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരണേ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ചേട്ടന് കുറച്ച് ഷർട്ടും പാൻറ്റൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെയുള്ള ഈ ഒരു സൈഡ് മൊത്തം ഈ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. അപ്പോൾ ഇതൊരു മലയാളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബഹിൽ വന്നിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു തിരുവാതിരക്കളീൻ്റെ. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ജെൻസിൻ്റെ മാത്രമല്ല ലേഡീസിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടോപ്പ് കാര്യങ്ങളൊക്കെ ഇല്ല, ടോപ്പ്, സാരി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ചേട്ടന് പർച്ചേസ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ കയറിയാലും ഞാൻ പെട്ടെന്ന് കമ്പനി ആവും കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സെറ്റ് മുണ്ട് എടുക്കാൻ വന്നപ്പോഴാണ് കേട്ടോ. ആ ടൈമിൽ തന്നെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു തവണ കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഷർട്ടാണെങ്കിലും ഇപ്പോൾ ജെൻസിനൊക്കെ പറ്റിയ പാൻറ്റ് എല്ലാം നല്ല അടിപൊളി സെലക്ഷനാണ് കേട്ടോ ഇവിടെ. അതുപോലെ ഹാൻഡ് ബാഗ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ, അതുപോലെ ടോപ്പുകൾ, അടിപൊളി ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ ചേട്ടൻ ആദ്യം കുറച്ച് പാൻറ്റ് ഷർട്ടൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് നോക്കാം കേട്ടോ. ലേഡീസിന് ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണേ. ഇപ്പോൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സെറ്റുമുണ്ട്, സെറ്റ് സാരി, ധാവണിയൊക്കെ ഈ ഒരു ഷോപ്പിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്നതാണ് ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഇവിടെ കണ്ടോ നല്ല അടിപൊളി ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ ചുരിദാറിൻ്റെ ടോപ്പുകൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ടോപ്പ് കേട്ടോ, എല്ലാം നല്ല അടിപൊളി സെലക്ഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, നല്ല ടോപ്പുകൾ കേട്ടോ. ശരിക്കും ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തോന്നണം കേട്ടോ. കാരണം കണ്ടോ, പിന്നെ സാരികൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ ഷോപ്പിലൊക്കെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നമുക്ക് ടോപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ നല്ല ടോപ്പുകൾ കിട്ടണമെന്നില്ല. കൂടുതലും ഈ മോഡേൺ ടൈപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ടോപ്പുകളൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ മതി. അതുപോലെ അമ്പർല കട്ടിങ് ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചേട്ടനാട്ടോ ഫുള്ള് നമ്മൾ എന്ന് വന്നാലും പർച്ചേസ് കഴിയുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ഈ ഒരു ചേട്ടനാണ് കേട്ടോ. നല്ല കമ്പനിയാണ് ഈ ചേട്ടൻ. അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ മലയാളികൾക്കൊക്കെ ഇപ്പോൾ പറ്റിയ ഷർട്ടാണെങ്കിലും ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ ചിലർക്ക് സിമ്പിൾ ടോപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് എന്നും ഫുള്ളായിട്ട് നമ്മുടെ കൂടെ നിൽക്കട്ടെ. എന്ന് വന്നാലും ഇപ്പോൾ വേറെ കസ്റ്റമർ ഉണ്ടെങ്കിലും ആ കസ്റ്റമർ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരുപോലെ ഡീൽ ചെയ്യുന്നത് കാണാം കേട്ടോ. ഒരേ ടൈമിൽ 2-3 കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരുപോലെ അങ്ങനെ ഡീൽ ചെയ്യും ഈ ചേട്ടൻ കേട്ടോ. അതൊരു പ്രത്യേകതരം ഒരു കഴിവ് തന്നെയാണ്. ഇപ്പോൾ ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാനും തോന്നില്ല അല്ലേ. പക്ഷേ ഈ ഒരു ഷോപ്പിൽ അങ്ങനെയല്ല കേട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും അതായത് നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുക. എത്ര തിരക്കാണ് ഒരേ ടൈമിൽ വന്നാലും അവരെല്ലാവരോടും ഒരുപോലെ നല്ല രീതിയിൽ ഡീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടും ആ ഒരു ഷോപ്പിലേക്ക് പോകാൻ തോന്നും.
അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ചോയ്സ് ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ. അതായത് കമീസ് മുഷീദിൽ ചോയ്സ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഞാൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും നല്ല സെലക്ഷൻ പറഞ്ഞാൽ നല്ല സെലക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചില ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എടുത്തു തരാൻ ഭയങ്കര മടിയായിരിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ ചേട്ടൻ ഫുള്ളായിട്ട് ഞാൻ വിചാരിക്കും അയ്യോ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അവർക്കൊരു പണിയല്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. അവർ എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ ജെൻസിന് മാത്രമല്ല ലേഡീസിനും ഉണ്ട് കേട്ടോ. ജെൻസിൻ്റെ ഷർട്ടൊക്കെ നല്ല സെലക്ഷൻ ആട്ടോ. അപ്പോൾ ഓഫീസിൽ ഇടാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഡെയിലി യൂസ് ഇടാൻ പറ്റും ഷർട്ട് ടീഷർട്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് ചേട്ടനെ എടുക്കാൻ വേണ്ടി പറയാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമില്ല, അവിടെ സ്റ്റാഫായിട്ടുള്ള ആ ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ നല്ല കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് കഴിയുന്നവരെ നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മാത്രമല്ല ഞങ്ങൾ മുമ്പ് വന്നപ്പോഴും ഈ ചേട്ടൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നല്ല സെലക്ഷനും ഉണ്ട്. ചേട്ടൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ഞാൻ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചല്ല കേട്ടോ. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് ഈ ടോപ്പുകളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വിടാൻ തോന്നുന്നില്ല, കാരണം നല്ല സെലക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇതൊക്കെ നാട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ ടോപ്പും കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ കമൻസിലുള്ളിൽ എന്തായാലും ഈ ഒരു ഷോപ്പിൽ വന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണോ ആ മോഡൽ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ തന്നെ സാരികളുണ്ട്, അതുപോലെ ഹാൻഡ് ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ശരിക്കും നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. കാരണം നല്ല അടിപൊളി ടോപ്പുകളാണ് കേട്ടോ. അപ്പം എനിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഒരു പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ എടുക്കാണ്ടിരിക്കില്ലേ. അങ്ങനെ ഞാൻ കുറേ എണ്ണം ഒന്ന് വെച്ച് നോക്കി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുക കേട്ടോ. എനിക്ക് ഏതെടുക്കണം എന്നുള്ളത് ഞാനിങ്ങനെ തിരയട്ടെ. കാരണം എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ എന്തായാലും കമ്മീസിൻ്റെ ഭാഗത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തോളൂ. നല്ല സെലക്ഷൻ നല്ല സെലക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. എന്താ പറയുക, നല്ല അടിപൊളി ടോപ്പുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം എന്നുള്ളത്. കണ്ടോ, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു യെല്ലോ ബ്ലാക്ക് ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. കാരണം എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കമ്മീസിലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ നമുക്ക് നാട്ടിലല്ലേ കൂടുതലും കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ കമ്മീസിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരണം, വന്നിട്ട് എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കണ്ടത് റോസും ബ്ലാക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടോപ്പുകൾ കേട്ടോ. എനിക്ക് എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചില ഷോപ്പിലൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് എടുത്തുതരാൻ ഭയങ്കര മടി ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവർ എല്ലാം എടുത്തങ്ങോട്ട് ഇട്ട് തരും. പക്ഷെ നമുക്കായിരിക്കും അയ്യോ ഇനി അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് നമ്മളായിരിക്കും ചിന്തിക്കുക കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ 2-3 ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനിലാണ്. നമ്മൾ ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സെലക്ഷൻ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഫുള്ള് നല്ല അടിപൊളി ടോപ്പുകൾ, ഒന്നിനൊന്ന് ബെറ്ററാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ അവിടെ നേരെ ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ അതിന് വരുന്ന വഴി തന്നെയാണ് കേട്ടോ ഫിഷിൻ്റെ ഇതാ കണ്ടോ, ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മീനൊക്കെ വാങ്ങണം. അപ്പോൾ ഇവർ തന്നെ കട്ട് ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പറഞ്ഞിട്ട് പോയി. അപ്പോൾ വരുമ്പോഴേക്കും അവരെന്തായാലും ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുഡൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ വലിയ വിശപ്പൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ 11 മണിക്കൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ട് വന്നത്. പിന്നെ അധികം ടൈമും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ടയേർഡായിട്ടോ, കാരണം നടന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞ് നമ്മളിതാ നേരെ ഇനി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മാർക്കറ്റ്, കമ്മീസ് ഒരു മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കുറേയധികം മലയാളി ഷോപ്പുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വീക്കെൻഡ് ടൈമിൽ വരാതിരിക്കുന്നത് നല്ലത്. കാരണം ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ ഒരു ഈവനിങ് ടൈമിനായിട്ടൊക്കെ ആവാറാകുമ്പോഴേക്കൊക്കെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ വരാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്കൊരു നാട്ടിലത്തെ ഒരു ഫീലും കിട്ടും. കാരണം നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ ആ പോകുന്ന വഴികളും അതുപോലെ ഷോപ്പുകളും എല്ലാം നമുക്കൊരു നാട്ടിലത്തെ ഒരു ഫീൽ തന്നെ കിട്ടും കേട്ടോ.
ഇപ്പം ഞങ്ങൾ വരികയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നടക്കാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ട് അങ്ങനെ വരാം. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മളിങ്ങനെ നടന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ ഫുഡ് നമ്മൾ വാങ്ങി കേട്ടോ. ഫുഡ് വാങ്ങിയിട്ട് റൂമിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ വിശപ്പില്ല കേട്ടോ. ഇത്രയും നടന്നു പക്ഷെ വിശക്കണില്ല, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആയി. അപ്പോൾ അത്യാവശ്യം നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ശരിക്കും ഈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു നാട്ടിലത്തെ ഫീലാണ്. ശരിക്കും നാട്ടിലത്തെ ഫീൽ കിട്ടുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നാൽ മതി കേട്ടോ ശരിക്കും ഞങ്ങൾക്ക്. കാരണം ശരിക്കും നാട്ടിൽ നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അടുത്തെന്ന് പറയുമ്പോൾ വടക്കഞ്ചേരി ആ അവിടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നടന്ന് പർച്ചേസിങ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് വരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഇനി റൂമിൽ പോയി ഫുഡ് കഴിക്കി കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ വേറെ എവിടേക്ക് ഇറങ്ങണമെന്നില്ല. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് കാണുമ്പോൾ അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അയ്യോ ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. ശരിക്കും എനിക്ക് അതുപോലെ തോന്നി കേട്ടോ. എനിക്കിവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീല് കിട്ടി. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നടന്ന് നമ്മൾ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫീൽ ചെയ്യണേ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാനിപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ലാട്ടോ, നേരെ റൂമിൽ പോകുക തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. കാരണം നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ. ഏട്ടൊരു ബൈ കൊടുക്ക്.